നിങ്ങളുടെ ആവശ്യം എന്തുമാകട്ടെ, ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം. മാക്സ് പ്രോ ഫിനാൻസ്. ഒറ്റപ്പാലം സബ് RTO ഓഫീസിൽ AMVI ചുമതലയേറ്റു. ഒറ്റപ്പാലം സബ് RTO ഓഫീസിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ കുറവിന് താൽക്കാലിക ആശ്വാസം. ആലത്തൂർ സബ് RTO ഓഫീസിൽ നിന്ന് ഒരു MVA ആണ് തിങ്കളാഴ്ച ഒറ്റപ്പാലത്ത് ചുമതലയേറ്റത്. ഈ മാസം 30-ാം തീയതി വരെയെങ്കിലും നിയമനം കൂടുതൽ സമയം നീട്ടി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് RTO ഓഫീസ്. എങ്കിലും 4 ഉദ്യോഗസ്ഥർ വേണ്ടിയെടുത്താണ് ഇപ്പോൾ 2 ഉദ്യോഗസ്ഥരെ വെച്ച് ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. 2 പേർ ചെക്ക് പോസ്റ്റിലാണ് ചുമതല. ഡ്രൈവറില്ലാത്ത പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുന്നു. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയാണ് ഡ്രൈവറെ നിയമിക്കുന്നത്. ഡ്രൈവറില്ലാതായവരുടെ ഉദ്യോഗസ്ഥർ തന്നെ വാഹനമോടിക്കേണ്ട ഗതികേടിലാണ്. അല്ലെങ്കിൽ സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത്. ലൈസൻസ്, പ്രായോഗിക പരീക്ഷ, വാഹനക്ഷമതാ പരിശോധന, ലേണേഴ്സ് പരീക്ഷ, അപകടത്തിൽപ്പെട്ട വാഹനങ്ങളുടെ പരിശോധന, പുതിയ വാഹനങ്ങളുടെ പരിശോധന തുടങ്ങിയവയെല്ലാം AVAമാരാണ് നടത്തുന്നത്. ഇതിനെല്ലാം പരിശോധനയ്ക്ക് നിലവിൽ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതോടെ നിലവിലെ ഉദ്യോഗസ്ഥന് ജോലിഭാരം വർദ്ധിക്കുകയായിരുന്നു. പാലപ്പുറം ചിനക്കത്തൂർക്കാവിൻ്റെ മൈതാനത്താണ് ഡ്രൈവിംഗ് പരിശോധന പ്രധാനമായും നടക്കുന്നത്. തുടർന്ന് ഈസ്റ്റ് മനുശ്ശേരിയിൽ വെച്ചാണ് വാഹനങ്ങളുടെ ക്ഷമതാ പരിശോധന നടത്തുന്നത്. ലേണേഴ്സ് പരിശോധനയാകട്ടെ കണ്ണിയമ്പുറം ഓഫീസിലുമാണ്. ഇതെല്ലാം കഴിഞ്ഞു വേണം മറ്റു ജോലികൾക്ക് സമയം കണ്ടെത്താനെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ഓരോ പോലീസ് സ്റ്റേഷനിലെയും അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതും പരിശോധിക്കേണ്ടതും AMVAമാരാണ്. ലൈസൻസ് എടുക്കാൻ 80 മുതൽ 100 വരെ ആളുകളുണ്ടാകും. ഇതിനുശേഷം വാഹനക്ഷമത പരിശോധനയ്ക്ക് 70 മുതൽ 100 വാഹനങ്ങൾ വരെ ഉണ്ടാകും. ആഴ്ചയിൽ തിങ്കൾ, ചൊവ്വ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലാണ് ഇവയെല്ലാം നടക്കുന്നത്. ഇതെല്ലാം ഓഫീസിൻ്റെ പ്രവർത്തനങ്ങളെ താറുമാറാക്കുന്നുണ്ട്. ഒറ്റപ്പാലം, ഷൊർണൂർ, ചെർപ്പുളശ്ശേരി, ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതും AVAമാരാണ്. ഉദ്യോഗസ്ഥരില്ലാത്തതിനാൽ വാഹന പരിശോധനയ്ക്കും ടെസ്റ്റുകൾ നടത്തുന്നതിനും കാലതാമസം നേരിടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ACV ന്യൂസ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ കുറവിൻ്റെ അഭാവം ഓഫീസ് പ്രവർത്തനത്തെ ബാധിക്കുന്നതായിരുന്ന വാർത്ത നൽകിയിരുന്നു.